വെൽക്കം ബാക്ക് ടു സ്റ്റെറ്റ്ഫോർഡ് സിഗ്നൽ. ഞാൻ നിങ്ങളുടെ മിറാജ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് നോട്ടിംഗം ഫോറസ്റ്റ് മാച്ച് പ്രിവ്യൂ ആണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. ഈ മാച്ചിലോട്ട് വരുമ്പോൾ പല പ്ലേയേഴ്സിനെ കുറിച്ചിട്ടും പറയാനുണ്ട്. അതിൽ തന്നെ ആദ്യം പറയേണ്ട പേര് നമ്മുടെ കാസി ഭായിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ കസമീറോൻ്റെ ഫൈനൽ മാച്ചാണ് അറ്റ് ഓൾഡ് ട്രാഫോർഡ്. ഈ ചുവന്ന കുപ്പായത്തിൽ കസമീറോ എന്നും ഒരു റെഡായിരിക്കും ഇംഗ്ലണ്ടിൽ എന്നാണ് എനിക്കിവിടെ ആദ്യം തന്നെ പറയാനുള്ളത്. പിന്നെ എനിക്ക് ഇന്നും ഓർമ്മയുള്ളത് കസമീറോ പറഞ്ഞൊരു വാക്കാണ്. കസമീറോ ഓൾഡ് ട്രാഫോർഡിലോട്ട് വരുമ്പോൾ പറഞ്ഞത് ഐ വിൽ ഫിക്സ് യുവർ മിഡ്ഫീൽഡ് എന്നായിരുന്നു. ആൻഡ് ഹീ ഡിഡ് ഫിക്സ് അവർ മിഡ്ഫീൽഡ്. സോ താങ്ക് യു കസമീറോ ബായ്, താങ്ക് യു നമ്മുടെ കാസി ബായ്. അപ്പോൾ കാസി ബായ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ പറയാനുള്ള പേരുകൾ ഇറ്റ്സ് സെർക്സി ആൻഡ് ഉഗാർത്തെ. ഈ രണ്ട് പ്ലേയേഴ്സിൻ്റെയും ലാസ്റ്റ് മാച്ച് ആയിരിക്കും എന്നാണ് റിപ്പോർട്ട്സ് കേൾക്കുന്നത്. ബ്രൂണോ ഫെർണാണ്ടസ് പ്രീമിയർ ലീഗിലെ അസിസ്റ്റ് രാജാവ് എന്നറിയപ്പെടാൻ പോകുന്ന മാച്ചാണോ ഇത് എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. കാരിക്കിൻ്റെ ഫസ്റ്റ് മാച്ചാണ് ആസ് എ പെർമനൻറ്റ് കോച്ച്. അപ്പോൾ എങ്ങനെയായിരിക്കും ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പെർമനൻറ്റ് കോച്ചായിട്ട് കാരിക്ക് പെർഫോം ചെയ്യുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഈ മാച്ച് പ്രിവ്യൂവിൽ ഞാൻ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഞാൻ ആദ്യം പറയാൻ പോകുന്ന എൻ്റെ സ്റ്റാർട്ടിംഗ് ലൈനപ്പാണ്. അതിന് കൂട്ടത്തിൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഫോർമേഷൻ എന്താണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഞാൻ പ്രിഫർ ചെയ്യുന്ന ഫോർമേഷൻ ഈസ് 4-2-4. അതിന് കാരണം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക, തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, കൂട്ടത്തിൽ നിങ്ങളുടെ പ്രിഡിക്ഷൻസ് താഴെ കോമെൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ബാക്കിയുള്ള ഫീലിംഗ്സ് കാര്യങ്ങളൊക്കെ താഴെ കോമെൻറ്റ് ചെയ്യുക. കസമീറോ ബായ്ക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അത് താഴെ കോമെൻറ്റ് ചെയ്യുക. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിലോട്ട്. ആൻഡ് ഡു നോട്ട് ഫർഗെറ്റ് ടു പ്രസ് ദ ബെൽ ഐക്കൺ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. സ്റ്റാർട്ടിംഗ് ലൈനപ്പ് ഞാൻ പിക്ക് ചെയ്യാൻ പോകുന്ന ഗോൾ കീപ്പർ ഇറ്റ്സ് ലാമൻസ് സ്വാഭാവികമായിട്ടും. മിഡ്ഫീൽഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് കസമീറോ ആൻഡ് മെയിനു സ്വാഭാവികമായിട്ടും. ഡിഫൻസിലോട്ട് പോകുമ്പോൾ ഞാൻ പിക്ക് ചെയ്യുന്ന രണ്ട് മെയിൻ ഡിഫൻഡേഴ്സ് ഇറ്റ്സ് മഗ്വയർ ആൻഡ് എയ്ഡൻ ഹെവൻ. ഞാൻ എയ്ഡൻ ഹെവനെ പിക്ക് ചെയ്യാനുള്ള മെയിൻ കാരണം ഇറ്റ്സ് ബിക്കോസ് ഓഫ് മാർട്ടിനസ് കഴിഞ്ഞ 3-4 മാച്ചായിട്ട് വളരെ റഫ് ആൻഡ് ടഫ് ഗെയിമാണ് കളിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും ഒരു റെഡ് കാർഡ് കിട്ടാവുന്ന തരത്തിലുള്ള ഗെയിമാണ് മാർട്ടിനസ് കളിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ എയ്ഡൻ ഹെവൻ്റെ പെർഫോമൻസ് വളരെ ബെറ്ററാണ് ഈ സീസണിൽ. ഭയങ്കര കാമാണ്, കമ്പോസ്റ്റാണ്, എനർജറ്റിക് ആണ്, യങ് ആണ്. സോ അതാണ് കാരണങ്ങൾ ഞാൻ എയ്ഡൻ ഹെവനെ പിക്ക് ചെയ്യാനായിട്ട്. തീർച്ചയായിട്ടും മഗ്വയറിനെ പിക്ക് ചെയ്യാനുള്ള മെയിൻ കാരണം നമുക്കൊരു ഫിസിക്കൽ പ്രസൻസ് കാണിക്കുന്ന ഡിഫൻഡർ വേണം എഗെയിൻസ്റ്റ് നോട്ടിംഗം ഫോറസ്റ്റ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. കൂട്ടത്തിൽ നമ്മുടെ സെറ്റ് പീസ് ഡെലിവറീസ് എന്നൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും നമ്മൾക്ക് ഗോൾ സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു പ്ലെയറാണ് മഗ്വയർ. പിന്നെ റൈറ്റ് ബാക്ക് ആയിട്ട് ഇപ്രാവശ്യം ഞാൻ പിക്ക് ചെയ്തിരിക്കുന്നത് ഇറ്റ്സ് ദാമോദർജി ഡയലോനെയാണ്. കാരണം എനിക്ക് തോന്നുന്ന അറ്റാക്കിംഗ് ഫേസിൽ ഹെൽപ്പ് ചെയ്യാൻ ഡയലോ ഈ ഗെയിമിൽ സഹായിക്കും എന്നുള്ളതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഡയലോൻ്റെ അത്ലറ്റിസം, ഫിസിക്കാലിറ്റി, സ്പീഡ്, അഗ്രഷൻ, പിന്നെ പാഷൻ ഈ ഗെയിമിൽ നമുക്ക് വേണ്ടി വരും. ലെഫ്റ്റ് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കാരിക്കിൻ്റെ ഫേവറേറ്റ് പ്ലെയറാണ് ലൂക്ഷോ തന്നെയായിരിക്കും ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് ഇനി എനിക്ക് പറയാനുള്ളത് അറ്റാക്കേഴ്സിനെ കുറിച്ചിട്ടാണ്. എന്തുകൊണ്ട് ഞാൻ ഈ കളിയിൽ ഒരു 4-2-4 അറ്റാക്ക് പ്രിഫർ ചെയ്യുന്നു? അതിനുള്ള മെയിൻ കാരണം ഞാനിവിടെ പിക്ക് ചെയ്യാൻ പോകുന്ന പ്ലെയേഴ്സാണ്. ഇറ്റ്സ് കുനിയ ആസ് ലെഫ്റ്റ് വിങ്ങർ, എംബൂമോ ആസ് റൈറ്റ് വിങ്ങർ, ബ്രൂണോ ഫെർണാണ്ടസ് ആൻഡ് സെർക്സി ത്രൂ ദ മിഡിൽ. ഇതാണ് 4-2-4 ഞാൻ പിക്ക് ചെയ്യുന്ന അറ്റാക്കേഴ്സ്. അമാദ് ബെഞ്ചിലായിരിക്കും. കാരണം നമുക്കറിയാം അമാദ് കാരിക്ക് വന്നതിന് ശേഷം ഫോം വളരെ ഔട്ടാണ്. ഐ ഡോണ്ട് തിങ്ക് അമാദ് ഈസ് കംഫർട്ടബിൾ അണ്ടർ കാരിക്ക് ടാക്ടിക്കൽ വൈസ്. അതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നത് അതാണ്. ആൻഡ് നെക്സ്റ്റ് സീസണിലോട്ട് പോകുമ്പോൾ വിത്ത് പ്രീ സീസൺ, വിത്ത് ബെറ്റർ കോച്ചിങ്, ബെറ്റർ ടാക്ടിക്കൽ നോളജ് അമാദിന് ബെറ്റർ ആവാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സോ എന്തായാലും എൻ്റെ ഫ്രണ്ട് 4 ഇതാണ്. ഞാൻ ഈ ഫ്രണ്ട് 4 സെക്സിനെ ആഡ് ചെയ്യാൻ കാരണം ഇന്നലെ കാരിക്ക് വന്നിട്ട് പറഞ്ഞു സെസ്കോ ഡൗട്ടായിരിക്കും ഈ കളിയിൽ എന്നുള്ളതാണ് കാരിക്ക് പറഞ്ഞത്. കൂട്ടത്തിൽ നമ്മുടെ അറ്റാക്കിംഗ് വൈസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് സെർക്സിനെ ആഡ് ചെയ്യുന്നത്. നമുക്ക് സെസ്കോക്ക് ഇഞ്ചുറി ഉള്ള പോലെ തന്നെ നോട്ടിംഗം ഫോറസ്റ്റിനും കുറേ ഇഞ്ചുറീസ് ഉണ്ട്. അവരുടെ ഇഞ്ചുറിയുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ പല മെയിൻ പ്ലെയേഴ്സും ഈ കളി കളിക്കുന്നില്ല. അതിൽ തന്നെ എടുത്തു പറയേണ്ട പേരാണ് മോർഗൻ ഗിബ്സ് വൈറ്റ്. കഴിഞ്ഞ 5 മത്സരങ്ങൾ എഗെയിൻസ്റ്റ് യുണൈറ്റഡ് 5 ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തിയൊരു പ്ലെയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മോർഗൻ ഗിബ്സ് വൈറ്റ് ഇല്ലാത്തൊരു കളി നമുക്ക് സഹായകമാകുമെന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. പിന്നെ അവരുടെ മിസ്സിംഗ് ആയിട്ടുള്ള പ്ലേയേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് മുറീലോ, ഒല ഐന, ഹഡ്സൺ-ഒഡോയ്, ഇബ്രാഹിം സങ്കാരി എന്ന് പറഞ്ഞ പ്ലേയേഴ്സ് ഒക്കെ അവർക്ക് മിസ്സിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വീക്ക് സ്ക്വാഡായിട്ടാണ് നോട്ടിംഗം ഫോറസ്റ്റ് ഓൾഡ് ട്രാഫോർഡിലോട്ട് വരുന്നത്. ഇനി പറയാനുള്ളത് എക്സ് ഫാക്ടർ പ്ലേയേഴ്സിനെ കുറിച്ചിട്ടാണ്. എക്സ് ഫാക്ടർ പ്ലേയേഴ്സ് രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ ഫോർ നോട്ടിംഗം ഫോറസ്റ്റ് ഇറ്റ്സ് എലിയറ്റ് ആൻഡേഴ്സൺ 110%. നമ്മുടെ സൈഡിൽ നിന്ന് ഫോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇറ്റ്സ് ബ്രൂണോ ഫെർണാണ്ടസ്, ദ ബെസ്റ്റ് പ്ലെയർ ഇൻ ദ ലീഗ്. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് എക്സ് ഫാക്ടർ പ്ലേയേഴ്സ്. അതിൽ തന്നെ ഞാൻ നോക്കിക്കാണുന്നത് ആൻഡേഴ്സിനെയാണ്. ആൻഡേഴ്സിന് ഇതൊരു ഓഡീഷനാണ് അറ്റ് ഓൾഡ് ട്രാഫോർഡ്. എങ്ങനെയായിരിക്കും പെർഫോം ചെയ്യാൻ നമുക്ക് കാണാം. നെക്സ്റ്റ് ഈസ് സ്കോർ പ്രഡിക്ഷൻസ്. എല്ലാവരുടെയും ഫേവറേറ്റ് പാർട്ടാണ്. ഞാൻ ഈ സ്കോർ പ്രഡിക്ഷൻ പറഞ്ഞതിനെക്കാട്ട് മുമ്പേ എനിക്ക് 3 മെയിൻ കാര്യങ്ങൾ പറയാനുണ്ട്. അത് നോട്ടിംഗം ഫോറസ്റ്റിനെ കുറിച്ചിട്ടാണ്. നോട്ടിംഗം ഫോറസ്റ്റ് കഴിഞ്ഞ 8 പ്രീമിയർ ലീഗ് മാച്ചസിൽ
തോറ്റിട്ടില്ല. കഴിഞ്ഞ 8 പ്രീമിയർ ലീഗ് മാച്ചസിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് 4 വിജയം ആൻഡ് 4 ഡ്രോ ആണ് അവർക്കുള്ളത്. അതിന് കൂടെ അതിനെക്കാട്ടും വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ കഴിഞ്ഞ 3 എവേ മാച്ചസിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് 11 ഗോളാണ് അടിച്ചു കൂട്ടിയിട്ടുള്ളത്. അവർ കൺസിഡ് ചെയ്തത് ആകെ ഒരൊറ്റ ഗോളാണ്. അതിൽ തന്നെ ചെൽസിക്കെതിരെ 3 ഗോള്, സ്പേഴ്സിനെതിരെ 3 ഗോള്, സണ്ടർലൻഡിനെതിരെ 5 ഗോളാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് സ്കോർ ചെയ്തത്. അപ്പോൾ റീസെൻറ്റ് പെർഫോമൻസ് എടുത്തു കഴിഞ്ഞാൽ ഗോൾ അടിക്കാൻ തീരെ മടിയില്ലാത്ത ടീമാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്. ആൻഡ് ഓൾഡ് ട്രാഫോർഡിൽ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ഗോൾസ് സ്കോർ ചെയ്യുമെന്നാണ് എൻ്റെ പ്രഡിക്ഷൻ. സോ മൈ ഫൈനൽ സ്കോർ ഈസ് 2-2 എന്നാണ് എനിക്ക് തോന്നുന്നത്. മേ ബി ദർ ഇസ് എൻ ഔട്ട്സൈഡ് ചാൻസ് നമുക്കൊരു 3-2 ആയിട്ട് കളി ജയിക്കാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ മിറാജ് ബ്രോ ഒരു 99% എന്തായിരിക്കും മിറാജ് ബ്രോൻ്റെ സ്കോർ പ്രഡിക്ഷൻ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് സേ ഇറ്റ്സ് 2-2 ഡ്രോ എന്നാണ് എൻ്റെ പ്രഡിക്ഷൻ. നിങ്ങളുടെ പ്രഡിക്ഷൻ എന്താണ് താഴെ കോമൻറ്റ് ചെയ്യാം. അതിന് കൂട്ടത്തിൽ നിങ്ങളുടെ ബാക്കിയുള്ള പ്രഡിക്ഷൻസ് എന്താണ്, ഈ കളി നടക്കാൻ പോകുന്ന സംഭവങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ താഴെ പ്രിഡിക്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും. ഞാൻ ഈ കളിയിൽ പിക്ക് ചെയ്യുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കളിക്കാനുള്ള ഒരു ഫോർമേഷൻ 4-2-4 ആയിരിക്കും. അതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് കളിക്കാൻ പോകുന്നത് ഒരു 3-4-2-1 ഫോർമേഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ടാക്ടിക്കൽ റെപ്രസെൻറ്റേഷൻ ഞാൻ ഗ്രാഫിക്കലൊന്നും കാണിക്കുന്നില്ല, കാരണം ഇത് വളരെ സിമ്പിളായിരിക്കും. സിമ്പിളായുള്ള മെയിൻ കാരണം നമ്മുടെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ ഡിഫൻഡേഴ്സിന് എണ്ണം എടുത്തു കഴിഞ്ഞാൽ അവർ കളിക്കുന്നത് 3 at the back ആയിരിക്കും. ഈ 3 at the backനെതിരെ നമ്മൾ 2 അറ്റാക്കേഴ്സായിട്ട് പോയി കഴിഞ്ഞാൽ 4-4-2 നമ്മൾ ഡിഫെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രസ് ചെയ്യാനോ പോയി കഴിഞ്ഞാൽ അവർ സുഖമായിട്ട് നമ്മുടെ പ്രസ്സിനെ ബീറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു 4 at the front അറ്റാക്കേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ അവരുടെ അഗെയിൻസ്റ്റ് 3 ഡിഫൻഡേഴ്സ് അവർക്ക് ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ എളുപ്പമായിരിക്കില്ല. കൂട്ടത്തിൽ നമ്മുടെ മിഡ്ഫീൽഡ് കുറച്ചുകൂടി സ്ട്രോങ് ആവും. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ 3 at the back ഡിഫൻഡിൽ നിന്ന് ബിൽഡ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ 4 അറ്റാക്കേഴ്സ് അവരുടെ മുമ്പിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇവരുടെ ഒരു മിഡ്ഫീൽഡർ ഫ്രം ദ മിഡ്ഫീൽഡ് വിൽ ഹാവ് ടു ഡ്രോപ്പ് ഇൻ ടു ദർ ഡിഫൻസ്. ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടാതിരിക്കാൻ. ആ സമയത്ത് എന്താണ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ കസമീറോയ്ക്കും മെയിനോയ്ക്കും ഇത് അഡ്വാൻറ്റേജ് ആവും. ഇതുകൊണ്ടാണ് ഞാൻ ഈ ഫോർമേഷൻ പിക്ക് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ റീസൺ എന്തുകൊണ്ട് ഞാൻ ഈ ഫോർമേഷൻ പിക്ക് ചെയ്തു എന്നുള്ളത്, ഇത് നമ്മുടെ സൈഡിൽ നിന്ന് വരുന്ന അഡ്വാൻറ്റേജ് കൂട്ടാനാണ്. നമുക്കറിയാം കാരിക്കിൻ്റെ ഇഷ്ട ബോൾ ഇറ്റ്സ് ലോങ് ബോൾ. ലോങ് ബോൾ ഇടുമ്പോൾ ഫ്രണ്ടിൽ 4 അറ്റാക്കേഴ്സ് ഉണ്ടെങ്കിൽ, അതും ബോൾ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന 4 അറ്റാക്കേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ട് ഗോൾ സ്കോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറേ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഫോർമേഷൻ പിക്ക് ചെയ്തത് 4-2-4. ഇതേ സംഭവം കാരിക്ക് ചെയ്യൂ എന്നുള്ളത് കണ്ടറിയണം. ആസ് എ പെർമനൻറ്റ് കോച്ച് ഐ എക്സ്പെക്ട് കാരിക് ടു ബി സ്ട്രോങ്. കുറച്ച് ധൈര്യം കാണിക്കുക, കുറച്ച് ഗട്ട്സ് കാണിക്കുക, എന്നിട്ട് ഈ കളി ജയിക്കാൻ നോക്കുക എന്നാണ് ഞാൻ പറയാൻ പോകുന്നുള്ളൂ. സോ അതാണ് എൻ്റെ മാച്ച് പ്രിവ്യൂ. സ്റ്റാർട്ടിംഗ് ലൈനപ്സ്, എക്സ് ഫാക്ടർ പ്ലേയേഴ്സ്, ടാക്ടിക്കൽ സംഭവങ്ങൾ, അതിൻ്റെ കൂട്ടത്തിൽ കാസിബായ്ക്കുള്ള എൻ്റെ മെസ്സേജ്, പിന്നെ ഈ കളി നടക്കാൻ പോകുന്ന കുറച്ച് പ്രഡിക്ഷൻസ് ഒക്കെ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ദിസ് ഇസ് മിറാജ് സൈനിങ് ഓഫ് ഫ്രം സ്റ്റഡ്ഫോർഡ് സിഗ്നൽ. നമുക്ക് നാളെ വാച്ച് ലോങ്ങിൽ കാണാം. കാരണം ഇത് നമ്മുടെ ഈ സീസണിലെ ലാസ്റ്റ് ഹോം മാച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാച്ച് ലോങ് ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും നാളെ എല്ലാവരും വാച്ച് ലോങ്ങിന് വെയിറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്. ദിസ് ഇസ് മിറാജ് സൈനിങ് ഓഫ്. സീ യു അഗൈൻ.